പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും, എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. 102-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഈ ലോക ജീവിതം ക്ഷണീകമാണെങ്കിലും ദൈവം ഓരോരുത്തർക്കും നിയമിച്ചിരിക്കുന്ന കാലം വരെ ഈ ഭൂമിയിൽ ജീവിച്ചേ മതിയാകൂ. ലോകജീവിതം സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം കൊണ്ട് നിറഞ്ഞതല്ല. ദുരിതങ്ങളും രോഗങ്ങളും മനപ്രയാസങ്ങളും കഷ്ടതകളും കൊണ്ട് പൂരിതമാണ് ഈ ജീവിതം. ഇയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. നാം എത്ര തന്നെ ദുരിതമൊഴിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിച്ചാലും നനയാത്ത നേരത്ത് ദുഃഖത്തിനുള്ള കാരണങ്ങൾ നമ്മെ തേടിയെത്തും എന്നതിന് തർക്കമൊന്നുമില്ല. ജലപാനീയമില്ലാതെ, മഴയ്ക്കോ വെള്ളത്തിനോ യാതൊരു സാധ്യതകളുമില്ലാതെയായ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിനായി കേഴുന്ന ഒരു വേഴാമ്പലിന് തുല്യമാണ് തൻ്റെ ജീവിത അനുഭവമെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. ഇവിടെ വിവിധ കാരണങ്ങളാൽ മനുഷ്യർക്ക് പലപ്പോഴും ശാരീരികമായും ആത്മീയമായും മാനസികമായും ക്ഷീണിക്കുന്നവരും തളർന്നു പോകുന്നവരുമൊക്കെയാണ്. എന്നാൽ നമ്മെ കരുതുന്ന, നാം ആശ്രയിക്കുന്ന ദൈവം ഒരിക്കലും ക്ഷീണിക്കാത്തവനും ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനുമാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? 13-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തി ആത്മീയമായും ശാരീരികമായും ക്ഷീണിക്കും. അവർക്കൊരിക്കലും ശക്തിപ്പെടുവാൻ കഴിയുകയില്ല. എഗസ്കേൽ പ്രവാചകൻ പറയുന്നു, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. ഒരുവൻ ആത്മീയമായി പിന്നോക്കം പോയ വ്യക്തിയാണെങ്കിൽ, എന്ന് വെച്ചാൽ ആരാധന മുടക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം ക്ഷീണിച്ചു പോകുവാൻ കാരണമായി തീരും. ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത കൂട്ടുകെട്ടുകളിൽ ദൈവമക്കൾ പോകരുത്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് ദൈവം ചെയ്തു തരണമെന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം മറുപടി അയക്കുക തന്നെ ചെയ്യും. ആമേൻ. അതിന് തക്ക സമയമെന്ന് വചനം പറയുന്നു. ക്ഷമയില്ലാതെ നാം ദൈവത്തിൽ നിന്നും അകന്നു പോകയാൽ നാം ക്ഷീണിച്ചു പോകും. ഒടുവിൽ ദൈവം മറുപടി അയക്കുമ്പോൾ നമുക്ക് അത് പ്രാപിക്കുവാൻ കഴിയാതെ വരും. പ്രിയ ദൈവവിധിലെ ഈ സ്തോത്രം 12-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാതത്തിൽ ക്ഷീണിച്ചു തളർന്ന് പോകാതെ ഇരിക്കുവാനായി, ആമേൻ, ഹല്ലേലൂയ, ദൈവം നമുക്കായി സ്തോത്രം ഒരു നല്ല ദിനം ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞെ, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഒരു കൊയ്ത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആമേൻ. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുതെന്ന് ദൈവവചനം ആമേൻ വ്യക്തമാക്കുന്നു. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയമായി. ക്ഷീണിക്കാതെ ദൈവത്തെ ആരാധിക്കുക, ആമേൻ, വിശ്വസിക്കുകയും ദൈവത്തെ കാത്തിരിക്കുകയും ചെയ്യുന്ന അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് എന്നും ഒരു പ്രചോദനമായിരിക്കട്ടെ. ആകയാൽ നാം യാതൊരു വിധത്തിലും ആത്മീയമായും മാനസികമായും ക്ഷീണിക്കാതെ മുമ്പോട്ട് പോയാൽ ഒരു വലിയ നിലയിൽ എത്താൻ നമുക്ക് കഴിയും. വില കൊടുത്താലേ ഒരു നിലയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഏത് സ്തോത്രം ഉന്നതങ്ങളിൽ എത്തണമെങ്കിലും അതിൻ്റെ പിന്നിൽ ചില പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. കഷ്ടത അനുഭവിക്കുക, മാനസികമായ നിരാശകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും സകലതും നാം കടന്നാൽ മാത്രമേ നമുക്കൊരു ഉയർച്ച പിൻപറ്റുവാൻ കഴിയത്തുള്ളൂ.
ആകയാൽ പ്രിയ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ നമുക്കും മരുഭൂമിയിലെ അനുഭവമാണെങ്കിൽ സ്തോത്രം വേഴാമ്പലിനെ പോലെ ദാഹിച്ച് ഇരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ, മൂങ്ങയെപ്പോലെ രാത്രിയിൽ ഏകാന്തതയിൽ സ്തോത്രം മൂങ്ങയെപ്പോലെ നിലവിളിക്കുന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ 12-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാതത്തിൽ വേഴാമ്പൽ സ്തോത്രം ഭാലയിലെ മഞ്ഞും മഴയും അയച്ച് വേഴാമ്പലിനെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു ദൈവം മരുഭൂമിയിൽ വെളിപ്പെടുമെങ്കിൽ, ആ ശൂന്യസ്ഥലത്തെ മൂങ്ങയ്ക്ക് വേണ്ടിയിട്ട് ദൈവം പകൽ കണ്ണു കാണുവാൻ കഴിയാത്ത മൂങ്ങയ്ക്ക് വേണ്ടി ഒരു രാത്രി കരുതുന്നത് പോലെ ദൈവം നമുക്കായി ചിലത് കരുതുവാനിടയാം. വിശ്വസിക്കാമോ? ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്ന നാഥ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും, ദൈവദാസന്മാരെ എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥൻ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി അത്ഭുതം ചെയ്യണമേ. മരുഭൂമിയിലെ വേഴാമ്പലിൻ്റെ ദാഹത്തെ തീർക്കുന്ന ദൈവം, സ്തോത്രം, ശൂന്യസ്ഥലത്തെ മൂങ്ങയ്ക്ക് വേണ്ടി ഒരു രാത്രി കരുതുന്ന ദൈവം, ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ശക്തമായി തൻ്റെ കുഞ്ഞുങ്ങൾക്കായി അത്ഭുതങ്ങൾ ചെയ്യണം. നിരാശയോട് കഴിഞ്ഞ നാളുകളിൽ കേട്ട ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഈ 2025 അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി അത്ഭുതം ചെയ്യണം. ഈ ആണ്ടിൻ്റെ അവസാനത്തെ മാസത്തിൽ ദൈവിക അത്ഭുതങ്ങളും അടയാളങ്ങളും വാഗ്ദത്തങ്ങളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം കൃപ ചെയ്യും. അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.